ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2026 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ: അസർബൈജാൻ. 2026 പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി. 2025 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. 2025 പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം? 1974. ആദ്യ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? ഒരു ഭൂമി മാത്രം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ: മേധ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ: പ്രൊഫസർ ആർ മിശ്ര. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്? മസനോബു ഫുക്കുവോക്ക. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ: ജെ.സി. ബോസ്. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ: യൂജിൻ പി. ഓഡ്. കേരള ഗവൺമെന്റ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ: പ്രൊഫസർ ജോൺ സി ജേക്കബ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കണ്ണൂർ. നിശബ്ദ വസന്തം എന്ന പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചതാര്? റേച്ചൽ കഴ്സൺ. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ ഏഴിമല. കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ഏത്? ആലപ്പുഴ. മണ്ണുകൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? ബാണാസുര സാഗർ ഡാം. ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ: ഡോക്ടർ വർഗീസ് കുര്യൻ. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത്? ആൻസർ: കല്ലേൻ പൊക്കുടൻ. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ്? ആൻസർ: ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്. ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ആൻസർ: യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത്? തണ്ണീർത്തടങ്ങൾ. മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ: പെഡോളജി. പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഹ്യൂമൻ ഇക്കോളജി.
ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ആൻസർ മെയ് 22. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യയിൽ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനം? ബിഷ്ണോയ് പ്രസ്ഥാനം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ആൻസർ ഫെബ്രുവരി 2. ഒരുപാട് പേർ ശരിയുത്തരം കമൻറ്റ് ചെയ്തിരുന്നു. ആദ്യം കമൻറ്റ് ചെയ്ത 10 പേരുടെ പേര് വായിക്കാം. ഹൃദ്യ കെ, റിയ നസ്രീൻ, അലക്സ്, ഗായത്രി, ബുജേർ റയ്യാൻ, അഷ്ന, ഇവാൻ, ശ്രേയ, സ്വാഗത് AK, ഫാത്തിമ എന്നീ കുട്ടികളാണ്. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനി നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഏതാണെന്ന് നോക്കാം. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.